വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാട്ടോ. അപ്പോൾ എൻ്റെ ദിവസം എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വായോ ഫുള്ളായിട്ട് കാണിച്ചു തരാം. രാവിലെ തന്നെ ഞാൻ 7 മണിക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എൻ്റെ കലാപരിപാടികളൊക്കെ തീർത്തിട്ട് ഞാൻ ഒരു 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വയനാടേക്ക് പോകാണ് കേട്ടോ. കഴിഞ്ഞ ഞായറാഴ്ച ഹർത്താലായ കാരണം എനിക്ക് വയനാട് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ബുധനാഴ്ചയാണ് കേട്ടോ, അതായത് ഇന്നലെ. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസമാണ് ഞാൻ കാണിക്കണേ. കുന്നമംഗലം എത്തി ഒരു 9:30 ആകുമ്പോൾ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതായിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ട് നിങ്ങളാരും ഞെട്ടണ്ട, ഇതെന്താ കുറച്ചെന്ന് വിചാരിക്കുന്നുണ്ടാവല്ലേ. വേറെ ഒന്നുമല്ല, റൈഡ് പോകുന്ന ദിവസം ഞാൻ കുറച്ച് ഫുഡേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഗൈസ് എനിക്ക് പണി കിട്ടും. അങ്ങനെ ഞാൻ അവിടുന്ന് വണ്ടിയെടുത്ത് താമരശ്ശേരി എത്തി. ഇത് താമരശ്ശേരിയുള്ള എൻ്റെ കുട്ടപ്പിയാണ്. അവന് ഫുഡ് ഞാൻ മേടിച്ച് കൊണ്ടുപോകാറുണ്ട് എല്ലാ ഞായറാഴ്ച പോകുമ്പോൾ. സോ ഞാൻ ഈ ബുധനാഴ്ച പോകുമ്പോഴും മേടിച്ച് കൊണ്ടുപോയായിരുന്നു, കാരണം കഴിഞ്ഞ ഞായറാഴ്ച അവന് കൊടുത്തില്ല. അവിടെ നിന്ന് അങ്ങനെ പോകുന്ന വഴിക്കാണ് ഗൈസ് എൻ്റെ വണ്ടിക്ക് വലിയൊരു പണി കിട്ടി. വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാവുന്നില്ല ഈങ്ങാമ്പുഴ എത്തിയപ്പോൾ. അപ്പോൾ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേടായത്. നേരെ അവിടെ കയറ്റിയപ്പോൾ ഒരു പറഞ്ഞ് പെട്രോൾ അടിച്ച സമയത്ത് കരട് കുടുങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് പോക്കണമെന്നുണ്ടെങ്കിൽ കാർബറേറ്ററൊക്കെ ഊരി നോക്കണം എന്ന് പറഞ്ഞ് വണ്ടി ഞാൻ അവിടെ കൊടുത്തിട്ട് തൊട്ടടുത്ത് ഒരു കൂൾ ബാർ ഉണ്ടായിന്. ഫുഡ് മുഖ്യമാണല്ലോ. അപ്പോൾ നേരെ അവിടെ കയറിയിട്ട് ഞാൻ ഒരു അവിൽ മിൽക്ക് കുടിച്ചു, കാരണം നല്ല ചൂടുണ്ടായിരുന്നു, ഇപ്പോൾ നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 മണിക്കൂർ വണ്ടി അവിടെ ഉണ്ടായിരുന്നു. 2 മണിക്കൂർ കൊണ്ട് വണ്ടി സെറ്റാക്കി കിട്ടി. വണ്ടി ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടോ. അങ്ങനെ 2ാമത്തെ വളവിലെത്തി. ചുരം കയറുവാണ്. 2ാമത്തെ വളവിൽ ഞാൻ എപ്പോഴും ചായ കുടിക്കുന്ന ഒരു കടയുണ്ട്, ഈ താത്തൻ്റെയും ഈ കാക്കൻ്റെയും. അവിടെ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. ഇങ്ങനെ പിന്നെ ഞാൻ ആലോചിക്കുക, എന്താ വെച്ചാൽ ഞാൻ നോർമലി വയനാട് ഒരു 9 രാവിലെ 10:30 ആകുമ്പോഴേക്ക് എത്തുന്ന. അപ്പോൾ ലേറ്റായി പോയല്ലോ. അപ്പോൾ കുറച്ച് ഡെസ്പ് ആയിരുന്നു, പക്ഷെ കുഴപ്പമില്ല, അൽഹംദുലില്ലാ വണ്ടിക്ക് സെറ്റാക്കി പോകാൻ പറ്റിയല്ലോ. അത് ചേച്ചി സമാധാനപ്പെട്ട്. പിന്നെ സമാധാനം കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് കാടമുട്ടയും ചായയും കുടിച്ചിട്ട് അപ്പോഴത്തേക്ക് സെറ്റായിട്ടോ. പിന്നെ ഞാൻ പോകുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ആ വീഡിയോസാണ് ഇതൊക്കെ. പിന്നെ കുറച്ച് മുകളിലേക്ക് എത്തിയിട്ട് നമ്മളെ 8ാമത്തെ വളവിൽ അവിടെ ഞാൻ എപ്പോഴും നിർത്തിട്ടോ. ഈ ഒരു വളവിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വളവ്. അവിടെ നിന്ന് കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. പിന്നെ മങ്കീസിൻ്റെ കൂടെയൊക്കെ നല്ല രസം അവരുടെ കൂടെ കളിച്ചിരിക്കാനും പിന്നെ കുറച്ച് കുറുമ്പെല്ലാം കാണിച്ച് പോരും ഞാൻ. അങ്ങനെ അവസാനം 2 മണി 2:30 ആകുമ്പോഴാണ് അമ്മേൻ്റെ വീട്ടിലെത്തുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് ഈ അച്ഛനും അമ്മയും ആരാന്നുള്ളത്. ഇവരെ പറ്റിയിട്ടുള്ള ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബിൽ വലിയ വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കയറി നോക്കാൻ മറക്കല്ല കേട്ടോ, എന്തായാലും കാണണേ. പിന്നെ അച്ഛനെയും അമ്മനെയും കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അമ്മേൻ്റെ കൈ കൊണ്ടൊക്കെ ചോറ് ഞാൻ എന്തായാലും കഴിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ചോറും പിന്നെ അമ്മേൻ്റെ സ്പെഷ്യലായിട്ടുള്ള പരിപ്പ് കറിയും ഉപ്പേരിയും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ കൂടെ. അപ്പോഴേക്കും അമ്മ പുഴയിലേക്ക് പോകും, തിരുമ്പാനുണ്ടാവും, അതുപോലെ പാത്രം കഴുകാനൊക്കെ പുഴയിലേക്ക് പോകും. ഇതാട്ടോ അമ്മേൻ്റെ കുഞ്ഞടുക്കള. അമ്മേൻ്റെ ഒരു സാമ്രാജ്യമാണത്. പിന്നെ ഇത് ഞാനും എൻ്റെ അച്ഛനും അമ്മയും കേട്ടോ. എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും പോലെ തന്നെ കേട്ടോ എനിക്ക് ഇവർ ഭയങ്കര ഇഷ്ടമാണ് ഇവരെനിക്ക്. അങ്ങനെ എനിക്ക് പോകാനുള്ള സമയമായിട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ലേറ്റായിട്ടില്ല എത്തിയത്. പിന്നെ രാത്രി ആകുമ്പോൾ എനിക്ക് ചുരം ഉറങ്ങും വേണം. അപ്പോൾ കുറച്ച് നേരം അവരെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. 2 പേരോട് യാത്രയ്ക്ക് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയാണ്. ഇത് അച്ഛൻ്റെ വീട്ടിലുള്ള പെറ്റ്സാട്ട്. ഇവൻ്റെ പേരാണ് ചെമ്പൻ. പാവടവ കുഞ്ഞാകുമ്പോൾ എന്നെ കാണുന്നുണ്ട്. പിന്നെ ഇവൻ്റെ പേരാണ് ഇവളെ പേരാണ് സിദ്ദീഖ്. അവൾക്ക് സിദ്ദീഖ് എന്ന് പേരിടാൻ കാരണം എന്താ അറിയോ, അവളെ നോക്കിയ ഓണറില്ലേ മൂപ്പരെ പേര് സിദ്ദീഖ് എന്നായിരുന്നു കേട്ടോ. മൂപ്പരെ ഓർമ്മയ്ക്കാണ് അച്ഛൻ അവൾക്ക് അങ്ങനെ ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു. ഓൾ അങ്ങനെ വിളിച്ചാൽ വേഗം വിളിയേക്കും. അങ്ങനെ എനിക്ക് സിദ്ദീഖിനും ചെമ്പൻക്കും ഞാൻ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് വാൾനട്ട് കേക്ക്സ് എന്ന് ബട്ടർ ബണ്ണ് മേടിച്ചിട്ടോ. അതിൻ്റെ സന്തോഷമാണ് ഇതാ ചെമ്പൻ്റെ മുഖത്ത് കണ്ട് തുള്ളി ചാടി നടക്കണേ. അങ്ങനെ 2 പേർക്കും ഞാൻ ബട്ടർ ബണ്ണൊക്കെ കൊടുത്തിട്ടുണ്ടായിനെ. പിന്നെ എനിക്കും ഇഷ്ടമാണ് ബട്ടർ ബണ്ണ്, അതുകൊണ്ട് ഞാനും ഒരെണ്ണം ഇരുന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഒരെണ്ണം നല്ല 3/4 ഭാഗം കഴിച്ചു. പിന്നെ അവർക്ക് ഷെയർ ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ ചുരം ഇറങ്ങുവാണ്. ഇത് ടോപ്പിലുള്ള വ്യൂ ആട്ടോ. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുക്കുവാണേ. പിന്നെ ഞാൻ അഗെയിൻ 8ാമത്തെ വളവിലെത്തി. ഞാൻ ഇങ്ങനെ എൻ്റെ ഭാവിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൈസ് ഒരു കുരങ്ങിന് എനിക്കൊരു പണി തന്നേ. ആ പണി വെച്ചൊരു 1.5 പണിയായിരുന്നു. 2 പേരുണ്ടായിരുന്നു, ഒരാൾ ചാടി വെക്കാൻ കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം ആ പണി എന്താണെന്നുള്ളത്. എൻ്റെ സീറ്റ് മൊത്തം കടിച്ചു പറിച്ചിട്ടേക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, കുരങ്ങല്ലേ, കടിച്ചോട്ടെ, നമുക്ക് സീറ്റ് ഇനിയും മാറ്റിയിട്ടില്ല. അവർ സന്തോഷം, അവർ സന്തോഷിക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് കിട്ടിയ പണിയായിരുന്നു വലിയ പണി. പെട്രോളിൻ്റെ പമ്പില്ലേ, മറ്റൊരു വയറില്ലേ, അതിന് ഹോള് വീണിട്ട് ഫ്യൂലൊക്കെ പുറത്തേക്ക് പോകുന്നതുകൊണ്ടൊക്കെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. പെട്രോൾ ഓണാക്കുമ്പോൾ പെട്രോൾ പുറത്തോട്ട് പോരുക. അങ്ങനെ ഒരു ചെക്കൻ്റെ ഹെൽപ്പ് മേടിച്ച് അവൻ എൻ്റെ വണ്ടി എടുത്ത് ഞാൻ അവൻ്റെ സ്കൂട്ടർ എടുത്ത് അവനെനിക്ക് താഴത്തെ അടിവാരത്തുള്ള പമ്പിലേക്ക് എത്തിച്ചെന്ന്. വർക്ക്ഷോപ്പിലോട്ട്. എന്നിട്ട് അവിടെ നിന്ന് വണ്ടിയൊക്കെ സെറ്റാക്കി അവനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഒരു നാരങ്ങ സോഡയും കുടിച്ച് ഞാൻ നേരെ തിരിച്ചൊരു 8:30 ആകുമ്പോൾ നാട്ടിലെത്തി.
കോഴിക്കോട് 8 മണിയൊക്കെ ആകുമ്പോൾ എത്തിയിട്ടോ. എന്നിട്ട് ഞാൻ ഇത് ഇരിങ്ങാടൻപള്ളി ഭാഗത്താണ്, കോഴിക്കോട് കോവൂര് ഭാഗത്ത്. ഇവിടുത്തെ ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഗീ റോസ്റ്റേ. അങ്ങനെ റോഡ് സൈഡിലിരുന്നിട്ട് ദോശയെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല വൈബായിരുന്നു. അതെല്ലാം കഴിഞ്ഞൊരു 9 മണിയൊക്കെ ആകുമ്പോൾ ഡോഗ്സിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. വരുന്ന വൈക്കാൻ ഓർക്കെല്ലാം ഫുഡ് കൊടുത്തിട്ട് ഞാനൊരു രാത്രി 9:30 ആകുമ്പോൾ വീട്ടിലെത്തി. ഇതേ വീട്ടിലുള്ള ടുട്ടു, ഒവി, പിന്നെ ചോട്ടു, എൻ്റെ പെറ്റ്സാട്ടോ. ഇനിയും കുറേ പേരുണ്ട്. ഒവയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒവയ്ക്ക് ഇതാ മരുന്നൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടേ. ലോങ് റൈഡ് പോയി വന്നതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടാവും കേട്ടോ, പുറം വേദനയും കാലുവേദനയൊക്കെ ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ സോഫയിലിരുന്ന് റെസ്റ്റ് ചെയ്യാണ്. സോ ഗൈസ്, ഇത്രയൊക്കെയുള്ള എൻ്റെ ഒരു ദിവസം. ഇന്ന് ജിമ്മിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല, ഫുഡൊന്നും നല്ലോണം കഴിക്കാൻ പറ്റിയില്ല, കാരണം ലോങ് റൈഡ് പോയതുകൊണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസൊക്കെ കാണാനാണ് ഇഷ്ടം എന്നുള്ള താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഇന്ന് കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസം വണ്ടിക്കെല്ലാം പണി കിട്ടിയില്ലേ. സോ അത്രയുള്ളൂ ഗൈസ്, ബൈ.